ഹായ് ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അറ്റ് ഇറ്റ്സ് പീക്ക്. എൻ്റെ പൊന്നോ, എമ്മാതിരി ആയിട്ടാണ് ഇപ്പോൾ ലൈവിൽ നടക്കണമെന്നറിയോ? അനുമോൾ ഒറ്റപ്പെട്ട് ഒരു രക്ഷയില്ല. പിണങ്ങി മാറിയിരിക്കുക, റൂമിൽ ഒറ്റയ്ക്കിരിക്കുക, ഫുഡ് കഴിക്കാതിരിക്കുക, ഓരോരുത്തരായിട്ട് വന്ന് ചോദിക്കുന്നു, ഫുഡ് കഴിക്കാൻ നിർബന്ധിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ഏതായാലും കരച്ചിലില്ല കേട്ടോ. ഇനി ക്യാമറയിൽ നോക്കി സംസാരിക്കാനും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ലൈവിൽ കാണാത്തവർ ഈ ഒരു ഐറ്റം ഒന്ന് വേഗം പോയി കണ്ടോട്ടോ. സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലൈവിൽ. സ്വന്തമായി കരുതി വെച്ച ആപ്പിൾ മാത്രം കഴിച്ച് ജീവിച്ചോളാം എന്നുള്ള മൂഡാണിപ്പോൾ. അനുമോൾ വേറെ ട്രാക്ക് പിടിക്കുകയാണ്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അറ്റ് ഇറ്റ്സ് പീക്ക്. പഴയ ഷോയിൽ പുള്ളിക്കാരത്തിന് പുറകെ എല്ലാവരും ചെല്ലുമായിരുന്നു. ഇവിടെ ആ ഒരു വില കിട്ടണില്ല, അല്ലെങ്കിൽ എല്ലാവരും പുറകെ ചെല്ലണില്ല. പുള്ളിക്കാരത്തിന്റെ പുറകെ നടക്കാത്തവരൊക്കെ മുണ്ണകൾ. വളരെ നല്ല രീതിയിൽ വീട്ടിൽ വളർത്തിയ കുട്ടി ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ? ഇതെല്ലാം എടുത്ത് ചങ്കിലേക്ക് വെക്കേണ്ട കാര്യമുണ്ടോ? ഇത് ചിലപ്പോൾ ഇനി സ്ട്രാറ്റജിയാന്ന് പറയാലോ അല്ലേ. ഏതായാലും ലൈവിൽ തകർത്തോണ്ടിരിക്കുക. വേഗം പോയി എല്ലാവരും കാണും. പുള്ളിക്കാരത്തിന്റെ കണ്ണിൽ ക്യാപ്റ്റൻ മോശം എന്ന് പറഞ്ഞാൽ മോശം. അതാണ് അപ്പാനിനെ പറ്റി പറയണത്. ഗംഭീരമായിട്ടുള്ള ഒരു സാധനം പറയുന്നത്, ഈ വീട്ടിലത്തെ എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്ക് വേണം ചെയ്തോളാം. ഒന്ന് ഓർക്കണം കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വന്നത് 12 മണിക്കാണ്. പറയണതിൽ ഒരു കുറവുമില്ല. എന്റെ പൊന്നോ, ഒരു കാര്യം അംഗീകരിക്കാത്ത ഇങ്ങനത്തെ ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. 30 വയസ്സുള്ള കുഞ്ഞുവാവ എന്ന് പറഞ്ഞ് നടക്കണേ. എൻ്റെ പൊന്നോ, ശരിക്കും ഒരാളെ പറ്റി ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നതിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഈ ഷോയെ പറ്റിയുള്ള വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ പറ്റില്ല. താങ്ക്